ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രമേഹം ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരുപാട് മരുന്നുകളെല്ലാം കുടിക്കുന്നവരായിരിക്കും ഈ പ്രമേഹമുള്ളവർ. അപ്പോൾ അവർക്ക് അതൊന്നും ഇല്ലാണ്ട് തന്നെ അവരെ ഷുഗർ ലെവൽ കുറച്ചെടുത്തിട്ട് അതൊന്ന് നോർമലായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം പാരമ്പര്യവും ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒരു രോഗമാണിത്. പ്രമേഹത്തിന് പാരമ്പര്യവും ഭക്ഷണശീലങ്ങളും അടക്കം പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സ് പോലുള്ള പ്രമേഹത്തിന് കാരണമാകാറുണ്ട്. പ്രമേഹം ഒരിക്കൽ വന്നാൽ പിന്നെ ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലെ നിയന്ത്രണത്തിലൂടെയും മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രമേഹത്തിന് ഇംഗ്ലീഷ് മരുന്നുകളെയും ഇൻസുലിനും കുത്തിവയ്പ്പുകളെയും ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും, അധിക പേരും. അപ്പോൾ എന്നാൽ ഇതെല്ലാം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ചില ഒറ്റമൂലികളുണ്ട്. യാതൊരു പാർശ്വഫലവും നൽകാത്ത അതേസമയം ആരോഗ്യ ഗുണങ്ങൾ ഏറെ നൽകുന്ന ചില ഒറ്റമൂലികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. തികച്ചും ലളിതമായ രീതിയിൽ ചെയ്യാവുന്ന ചില പ്രത്യേക ചികിത്സാ രീതികൾ. ഇത്തരം ചില ഒറ്റമൂലികളെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അധികം പാർശ്വഫലങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളെ ഷുഗർ നന്നായി കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയും കറുവപ്പട്ടയുമാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് എങ്ങനെയാണ് ഒറ്റമൂലി തയ്യാറാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളം എടുത്ത് വെക്കുക, പിന്നെ 4 കറുവപ്പട്ട കഷ്ണവും പിന്നെ 60 ഗ്രാം വെളുത്തുള്ളിയും എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിൻ്റെ തൊലി കളഞ്ഞിട്ട് വെക്കണം. എന്നിട്ട് ഈ വെളുത്തുള്ളിയും കറുവപ്പട്ടയും ഈ വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ ഈ തൊലി കളഞ്ഞ വെളുത്തുള്ളിയും കറുവപ്പട്ടയും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈ മിശ്രിതം 5 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിലെ ചേരുവകളുടെ ഗുണങ്ങൾ കംപ്ലീറ്റ് വെള്ളത്തിൽ ചേർന്ന് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ 10-1 ഭാഗം കുടിക്കുക. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടാണ് ഇത് കുടിക്കേണ്ടത്. ദിവസവും കുടിക്കണം. വേണമെങ്കിൽ 2 തവണയും നമുക്ക് കുടിക്കാം. പിന്നെ 2 ആഴ്ച ഇത് ഉപയോഗിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് ഗണ്യമായി തന്നെ കുറയും. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് മാത്രമല്ല, രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ്. ഇതുവഴി നമുക്ക് കൊളസ്ട്രോളിനും പരിഹാരമാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറുവപ്പട്ട എന്ന് പറയുന്ന സാധനം കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം അത് ഫേക്കും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഈ ഫേക്കും ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ കറുവപ്പട്ടൻ്റെ ഒറ്റമൂലി ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഫേക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് പാവയ്ക്ക. പാവയ്ക്ക പല രോഗങ്ങൾക്കും പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും ഇത് പ്രമേഹത്തിനുള്ള ഒരു മരുന്നായിട്ടാണ് പറയപ്പെടുന്നത് തന്നെ. 1 ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് ദിവസവും കുടിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കാര്യമായി തന്നെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പാവയ്ക്കയും ചെറുനാരങ്ങ നീരും, അതുപോലെ പാവയ്ക്ക, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര് എന്നിവ ചേർന്നാൽ ഈ പ്രത്യേക മരുന്ന് ഉണ്ടാക്കുന്നത്. അതായത് 1-2 പാവയ്ക്ക, 1/2 ചെറുനാരങ്ങ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 നുള്ളുപ്പ് എന്നിവയാണ് ഇതിന് വേണ്ടത്. പാവയ്ക്ക് നല്ല പോലെ കഴുകി ഉള്ളിലെ കുരു നീക്കം ചെയ്യുക. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് വെള്ളത്തിലിട്ട് ഇതിൽ പാവയ്ക്ക അല്പനേരം മുക്കി വെക്കുക. പിന്നീട് ഇത് മിക്സിയിലടിച്ച് ജ്യൂസാക്കുക. ഇതിലേക്ക് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കാം, ഉപ്പും ചേർക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ അടുപ്പിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് നെല്ലിക്കയും കറിവേപ്പിലയും മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നെല്ലിക്ക, കറിവേപ്പില, മഞ്ഞൾ എന്നിവ ചേർത്തൊരു പാനീയം ഉണ്ടാക്കി കുടിക്കുന്നത് പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ 5 നെല്ലിക്ക, 1/4 ടീസ്പൂണ് മഞ്ഞൾ, 2 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 1 നുള്ളുപ്പ് എന്നിവയാണ് ഇതിന് വേണ്ടത്. നെല്ലിക്കയുടെ കുരു കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിക്കണം. എന്നിട്ട് ബാക്കി എല്ലാ ചേരുവകളും 1/2 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് അരയ്ക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ പാനീയം കുടിക്കണം. അപ്പോൾ അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെയാണ് നെല്ലിക്കയും കാന്താരി മുളകും. നെല്ലിക്കയും മഞ്ഞളും കാന്താരി മുളകും ചേർത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി കൂട്ടുന്നതും നമ്മുടെ പ്രമേഹ രോഗം കുറക്കാൻ വളരെ നല്ലതാണ്. ഇത് പ്രമേഹത്തിനും അതുപോലെ കൊളസ്ട്രോളിനും നല്ലതാണ്. പിന്നെ മറ്റൊന്നാണ് നെല്ലിക്കയും മഞ്ഞൾപ്പൊടിയും. അതായത് നെല്ലിക്ക 4-5 എണ്ണം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിക്കുക. ഇതൊരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. ഈ വെള്ളത്തിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ട് കലക്കി വെറും വയറ്റിൽ കുടിച്ചാലും വളരെ എഫക്റ്റീവായിരിക്കും.
പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സുലഭമായിട്ടുള്ളതാണ് കറ്റാർവാഴ. പല രോഗങ്ങൾക്കും ചർമ്മത്തിനും മുടിക്കും എല്ലാം ഒരേപോലെ ഉപകാരപ്രദമായ ഒന്നാണ് കറ്റാർവാഴ. ഇതിലെ ഫൈറ്റോസ്റ്റീറോയിഡുകളാണ് പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻറ്റി ഗ്ലൈസമിക് ഇഫക്റ്റും ഉണ്ട്. ഇത് ടൈപ്പ് 2 പ്രമേഹ ബാധയുള്ളവർക്ക് വളരെ പറ്റിയ മരുന്നാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. വയനയില അഥവാ ബേ ലീഫ് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കറ്റാർവാഴ ജെല്ലും ചേർത്ത് കുടിക്കുന്നതും വളരെ നല്ല സാധനമാണ്. പിന്നാണ് ഉലുവ പ്രമേഹത്തിനുള്ള മറ്റൊരു മരുന്നാണ്. കയ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ പ്രമേഹത്തിന് വളരെ നല്ലതാണെന്നാണ് ശാസ്ത്രം തെളിയിച്ചത്. ഉലുവ ഇൻസുലിൻ ഉൽപ്പാദനത്തിന് പാൻക്രിയാസിനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റാർച്ചിനെ സിമ്പിൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം പ്രമേഹം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി 2 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ ഈ വെള്ളം കുടിക്കുക. ഉലുവ കടിച്ച് ചവച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കഴിക്കുന്നത് നല്ലതാണ്. വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആ ഒരു കാര്യം കൊണ്ട്, അതായത് ഉലുവ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തടി വലിയാനും അത് സഹായകമാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒറ്റമൂലികൾ കൊണ്ട് തന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അത് പല കാര്യങ്ങൾക്കും നമ്മളെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മരുന്നുകൾ കുടിച്ചിട്ട് വീണ്ടും ഓരോ അസുഖത്തിൻ്റെ മേലെ മറ്റൊരു അസുഖം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ വീട്ടിലുള്ള നല്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒറ്റമൂലികൾ തയ്യാറാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നല്ല, ഇതിൽ നിങ്ങൾക്ക് പറ്റിയ ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നോർമൽ ഷുഗർ ലെവലിൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. പിന്നെ കറുവപ്പട്ടേൻ്റെ ആ ഒരു ഒറ്റമൂലി തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറുവപ്പട്ട ഒരിക്കലും നിങ്ങൾ ഫേക്ക് വാങ്ങി ഉപയോഗിക്കരുത്. സിലോൺ സിന്നമൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യ ഗുണമുള്ളത് സിലോൺ സിന്നമണിന് മാത്രമാണ്. നമ്മൾ സാധാരണ വിപണിയിൽ കിട്ടുന്നത് അധികവും 100ൽ ഒരു 90% ഫേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ ചാനലിൽ ഒരുപാട് ഇടാറുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.